morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Determine whether the vector field F is equal to 4 into x cube minus x into I plus 4 into y cube minus y into j plus 4 into z cube minus z into k is free of sources and sink. If not, locate them. ഇതാണ്. ഇത് ജൂൺ 2023 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചതാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടതാണ് ഡൈവ് എഫ് കണ്ടുപിടിക്കുക. ഡൈവ് എഫ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? del dot f. del dot f കണ്ടുപിടിക്കുക. del dot f എന്ന് പറഞ്ഞാൽ del എന്ന് പറഞ്ഞാൽ എന്താണ്? I dou by dou x plus j dou by dou y plus k dou by dou z. dot. ഇവിടെ f എന്ന് പറഞ്ഞാൽ എന്താണ്? 4 into x cube minus x into I plus 4 into y cube minus y into j plus 4 into z cube minus z into k. ഇതാണ് f. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് കിട്ടുന്നെങ്കിൽ ഫസ്റ്റ് കേസിൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഐഡിയം കോഎഫിഷ്യന്റ് എടുക്കാം. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 4 into x ക്യൂബ് മൈനസ് എക്സിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3x സ്ക്വയർ മൈനസ് 1 പ്ലസ് 4 into രണ്ടാമത്തെ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3y സ്ക്വയർ മൈനസ് 1 പ്ലസ് 4 into 3z സ്ക്വയർ മൈനസ് 1 എന്നാണ് നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ്. ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കിയേ. ഫസ്റ്റ് കേസിൽ 4 into 3 12x സ്ക്വയർ മൈനസ് 4 പ്ലസ് 12y സ്ക്വയർ മൈനസ് 4 പ്ലസ് 12z സ്ക്വയർ മൈനസ് 4. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ this is equal to 12 into x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ. ഈ മൂന്ന് ടേം നമ്മൾ ഒരുമിച്ചെടുത്തു. 12x സ്ക്വയർ പ്ലസ് 12y സ്ക്വയർ പ്ലസ് 12z സ്ക്വയർ 12 പുറത്തെടുത്ത് കഴിഞ്ഞാൽ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ. ഇനി മൈനസ് 4 then മൈനസ് 4. ഇവിടെ മൈനസ് 4 ആണ്. അപ്പോൾ മൈനസ് 12. അപ്പോൾ del dot f ന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് എത്രയാണ്? del dot f is equal to 12 into x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ മൈനസ് 2. അപ്പോൾ ഡൈവർജന്റ് f ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി അടുത്ത കേസിൽ നമുക്ക് ഇവിടെ if ഒന്നാമത്തെ പോയിന്റ് if ഡൈവ് f ഒന്നാമത്തെ പോയിന്റ് നമ്മൾ ചെയ്യേണ്ടത് ഡൈവ് f ഗ്രേറ്റർ ദാൻ 0. ഡൈവ് f ഗ്രേറ്റർ ദാൻ 0 വരുന്നപ്പോഴാണ് ഈ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ ഗ്രേറ്റർ ദാൻ 1 വരണം അല്ലേ? ഇവിടെ 12 into x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ മൈനസ് 12 എന്നാണ്. ഈ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയറിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 വന്നാൽ മാത്രമേ ഡൈവ് f ഗ്രേറ്റർ ദാൻ 0 ആകൂ. x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇതെന്താണ്? ഒരു യൂണിറ്റ് സ്ഫിയർ ആണ്. യൂണിറ്റ് സ്ഫിയർ ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? എക്സ്റ്റീരിയർ പോയിന്റ്സ്, ദാറ്റ് ഈസ് exterior points of unit sphere. Exterior points of unit sphere are sources. ഒന്നാമത്തെ പോയിന്റ് ആണ് exterior points of unit sphere are sources. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? if dive f less than 0 പറഞ്ഞാൽ എങ്ങനെയാണ്? x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റീരിയർ പോയിന്റ്സ് ഓഫ് യൂണിറ്റ് സ്ഫിയർ are 6. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണ്? if dive f equal to 0. dive f equal to 0 എന്ന് പറഞ്ഞാൽ എന്താണ്? x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ is equal to 1. x square plus y square plus z square equal to 1 വന്നാൽ മാത്രമേ del dot die of 0 വരുള്ളൂ. x square plus y square plus z square equal to 1.
എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിന്റ്സ് ഓൺ ദി യൂണിറ്റ് സ്ഫിയർ. പോയിന്റ്സ് ഓൺ ദ യൂണിറ്റ് സ്ഫിയർ. Points on the unit sphere are free of source and sink. Are free of source and sink. നമുക്ക് ആൻസർ കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുക. ഇവിടെ ചോദിച്ച ചോദ്യം എന്താണ്? ഈ വെക്ടർ ഫീൽഡ് ഫ്രീ ഓഫ് സോഴ്സ് ആൻഡ് സിങ്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ അത് ലൊക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഡൈവർജന്റ് എഫ് കണ്ടുപിടിച്ചു. ഡൈവർജന്റ് എഫ് കാണാനുള്ള ഫോർമുല എന്താണ്? ഡെൽ ഡോട്ട് എഫ് ആണ്. ഡെൽ ഡോട്ട് എഫ് ഉപയോഗിച്ച് ഡൈവർജന്റ് എഫ് കണ്ടുപിടിച്ചു. ഡെൽ കാണാനുള്ള ഫോർമുല എന്താണ്? ഐ ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഡോ ബൈ ഡോ എക്സ്. ഡോട്ട് ഇവിടെ വെക്ടർ എഫ് എന്താണ്? 4 into x cube minus x into y plus 4 into y cube minus y into j plus 4 into z cube minus z into k. ഇത് നമ്മൾ ഇതിനെ ഡോട്ട് പൊട്ട് എടുക്കുമ്പോൾ ഐയുടെ എടുക്കുക, ജെയുടെ എടുക്കുക, കെയുടെ എടുക്കുക. ഐയുടെ എടുക്കുമ്പോൾ നമുക്ക് ഡോ ബൈ ഡോ എക്സ് ഓഫ് എന്ന് പറയുമ്പോൾ 4 into x ക്യൂബിന്റെ 3x square minus 1 പ്ലസ് രണ്ടാമത്തെ വൈയുടെ കേസിൽ 4 into 3y square minus 1. അടുത്ത 4 into 3z square minus 1. ഈ ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ 12x square minus 4, 12y square minus 4, 12z square minus 4. ഈ 12 നമ്മൾ പുറത്തെടുത്ത് കഴിയുമ്പോൾ 12 into x square plus y square plus z square minus 2. ഡെൽ ഡോട്ട് എഫിന്റെ വാല്യൂ നമുക്ക് കിട്ടും. ഇനി ഒന്നാമത്തെ പോയിന്റ് ഡൈവ് എഫ് ഗ്രേറ്റർ ദാൻ 0 വരുന്ന കേസ്. ഡൈവ് എഫ് ഗ്രേറ്റർ ദാൻ 0 വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ x square plus y square plus z square ഗ്രേറ്റർ ദാൻ 1 വരണം. കാരണം ഈ x square plus y square plus z square വാല്യൂ ഗ്രേറ്റർ ദാൻ 1 വന്നാൽ മാത്രമേ ഡൈവ് എഫ് ഗ്രേറ്റർ ദാൻ 0 വരുള്ളൂ. കാരണം എന്താണ്? 12 into x square plus y square plus z square minus 12 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ വാല്യൂ വലുത് വരുമ്പോൾ മാത്രമേ ഡെൽ ഡോട്ട് എഫ് ഡൈവർജന്റ് എഫ് ഗ്രേറ്റർ ദാൻ 0 ഉള്ളൂ. ഈ x square plus y square plus z square എന്താണ്? ഒരു യൂണിറ്റ് സ്ഫിയർ ആണ്. യൂണിറ്റ് സ്ഫിയർ റേഡിയസ് 1 ആയിട്ടുള്ള ഒരു യൂണിറ്റ് സ്ഫിയർ ആണ്. അപ്പോൾ ഇതിന്റെ x square plus ഗ്രേറ്റർ ദാൻ 1 വരണം എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് എക്സ്റ്റീരിയർ പോയിന്റ്സ് ഓഫ് യൂണിറ്റ് സ്ഫിയർ ആർ സോഴ്സസ്. ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് if div f less than 0 വരുന്ന കേസ് എന്താണ്? ഈ x square plus y square z square ന്റെ വാല്യൂ less than 1 വരണം. less than 1 വരുന്ന പറഞ്ഞാൽ the interior points of unit sphere are 6. ഈ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? div f equal to 0 വരണം. എന്ത് ചെയ്യണം? ഈ x square plus y square plus z square equal to 1 വന്നാൽ മതി. അപ്പോൾ 12 minus 12 0 എന്ന് പറഞ്ഞാൽ എന്താണ്? points on the unit sphere are free of source and sink. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുക. ജൂൺ 2023 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചതാണ്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.